So the next device we are going to discuss is Bluetooth. So as we know, Bluetooth is a method of connecting different devices through wireless medium. നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ബ്ലൂടൂത്ത്. മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലോട്ടോ ഒരു മൊബൈലിൽ നിന്ന് വേറൊരു മൊബൈലിലോട്ടോ ഒക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വയർലെസ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് ബ്ലൂടൂത്ത് ആൻഡ് ഇറ്റ് ഈസ് എ IEEE 802.15.1 സ്റ്റാൻഡേർഡ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഓരോ കമ്മ്യൂണിക്കേഷനും ഒരു IEEE സ്റ്റാൻഡേർഡിലായിരിക്കും വർക്ക് ചെയ്യുക. അതായത് അതിന് കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബ്ലൂടൂത്ത് ആണെങ്കിലും വൈഫൈ ആണെങ്കിലും എല്ലാത്തിനും എന്തുണ്ട്, ഒരു IEEE സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് 802.15.1 സ്റ്റാൻഡേർഡിൽ വരുന്ന ഡിവൈസ് ആണ്. സോ as we know, Bluetooth is a short range communication. നമ്മൾ രണ്ട് മൊബൈൽസ് തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ അവയെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിൽ ഗെറ്റ് ഇന്ററപ്റ്റഡ് ഓർ ഇറ്റ് വിൽ ഗെറ്റ് ടെർമിനേറ്റഡ്. സോ ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിച്ച് ഈസ് ഡെവലപ്ഡ് ഫോർ PAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ PC ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഒരു പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യാം, അതിനെനിക്ക് വേറെ മേ ബി സ്കാൻ ചെയ്യുന്ന ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് വേറൊരു സാധനമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക്സ് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് PAN നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ബ്ലൂടൂത്തും അതുപോലൊരു കണക്ഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ ബ്ലൂടൂത്ത് കാരണം, അപ്പോൾ ഇവിടെ പറയുന്നത് ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 to 100 meters ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ അഡ്ഹോക്ക് നെറ്റ്വർക്ക്. അഡ്ഹോക്ക് ടൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ളൊരു കണക്ഷൻ നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ആൻഡ് അതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കും, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മാത്രമാവണമെന്നില്ല, അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഏതാണെങ്കിലും അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ആ ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് അന്നേരം കണക്ഷൻ എന്താവും, ടെർമിനേറ്റഡ് ആവും. അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് പറയുന്നത് അഡ്ഹോക്ക് ടൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയാം. സോ നമ്മളൊരു ബ്ലൂടൂത്ത് കണക്ഷൻ കാരണം എനിക്ക് എന്ത് ചെയ്യാം, വയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, നോർമലി നമ്മൾ മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലേക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വയർഡ് കണക്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ മൊബിലിറ്റി ഡിക്രീസ് ചെയ്യും. ബട്ട് യൂസിങ് ബ്ലൂടൂത്ത് വി ക്യാൻ increase the mobility of these nearby devices and it facilitates both data and voice communication. Okay, അപ്പോൾ it offers possibility for ad hoc network. അപ്പോൾ എപ്പോഴും കണക്ട് ചെയ്ത് വെക്കണം എന്നില്ല, നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കണക്ഷൻ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാം, അതായത് ഡിവൈസുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്തിൻ്റെ പ്രോട്ടോക്കോൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. ബേസ് ലെയർ, നെറ്റ്വർക്ക് ലെയർ, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ്. അതിനകത്ത് നമ്മൾ ബേസ് ലെയറിലാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ലെയറിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബ്ലൂടൂത്ത് കണക്ഷൻ ശരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ലെവലിൽ തന്നെ വരുന്നൊരു കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക, ഈ ബ്ലൂടൂത്ത് എന്ന് പറയാം. ഇനി ഈ ബ്ലൂടൂത്ത് കണക്ഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് പറയുക, 2 type ഓഫ് ടോപ്പോളജിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പൈക്കോനെറ്റ് ആൻഡ് അതർ വൺ ഈസ് സ്കാറ്റർനെറ്റ്. സോ വാട്ട് ഈസ് പൈക്കോനെറ്റ്, അതാണ് നമ്മൾ പറയുന്നത്. പൈക്കോനെറ്റ് കൺസിസ്റ്റ് ഓഫ് 1 മാസ്റ്റർ ആൻഡ് അതേഴ്സ് സ്ലേവ്. നമ്മൾ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചിട്ടുണ്ട്. സ്ലേവ് വിൽ സെർവ് ദ മാസ്റ്റർ. മാസ്റ്റർ ആയിരിക്കും കൺട്രോൾ ചെയ്യുക, സ്ലേവ് എന്ന് പറയുന്നത് അതിനെ സെർവ് ചെയ്യുന്ന അതിൻ്റെ കീഴിൽ വരുന്ന
ഡിവൈസസ് ആയിരിക്കും. ആൻഡ് ഓൾ ദ സ്ലേവ് സ്റ്റേഷൻ സിങ്ക്രണൈസ് ദെയർ ക്ലോക്ക് വിത്ത് ദ മാസ്റ്റർ. നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പെയറിംഗ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യുക. അത് അല്ലാതെ എല്ലാ ഡിവൈസിനും വെറുതെ കയറി കണക്റ്റഡ് ആവാനായിട്ട് പറ്റത്തില്ല. ഒരു ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അക്നോളജ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിവൈസിനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ദെയർ ഈസ് എ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ സ്ലേവ് ആൻഡ് മാസ്റ്റർ. ആൻഡ് വൺ ടു വൺ ആൻഡ് വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. അതായത് രണ്ട് ഡിവൈസ് തമ്മിൽ വൺ ടു വൺ കണക്ഷൻ ഉണ്ടാവാം. ഒരു അറ്റ് എ ടൈം ഒരു മെയിൻ ഡിവൈസിനെ എന്ത് ചെയ്യാം ഡിഫറെൻറ്റ് സബ് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ഡിവൈസിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പൈക്കോനെറ്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒറ്റ മാസ്റ്റർ ഉണ്ട്, കുറേ അധികം എന്തുണ്ട് സ്ലേവ്സും ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു മൊബൈല് മാസ്റ്ററായിട്ട് വെക്കുവാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം പല പല വേറെ മൊബൈൽസിലോട്ട് എനിക്ക് എന്ത് ചെയ്യാം ബ്ലൂടൂത്ത് വെച്ചിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു മാസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റും 7 സൈമൾട്ടേനിയസ്ലായിട്ടുള്ള സ്ലേവിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ആൻഡ് 200+ ഇനാക്റ്റീവ് സ്ലേവ്സ്. അതായത് നമ്മളൊരിക്കൽ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യാം നമുക്ക് മൊബൈൽ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കാണിക്കും, പക്ഷെ അതെല്ലാം ആക്റ്റീവ് ആയിരിക്കണം എന്ന് ഇല്ല. അറ്റ് എ ടൈം എത്ര എണ്ണത്തിനാ പറ്റുക 7. ഇപ്പം മേ ബി അതിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളൊരു മാസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും ഒരു പർട്ടിക്കുലർ ഐഡിയ ഉണ്ടാവും. നമുക്ക് ഇനി അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും പറയാം, പ്രോട്ടോകോൾ പറയുമ്പോഴത്തേക്ക് പറയാം. ഇനി സ്കാറ്റർനെറ്റ് എന്ന് പറയാം, പൈക്കോനെറ്റ് എന്താന്ന് പറഞ്ഞു, ഒരു മാസ്റ്ററും ഡിഫറെൻറ്റ് സ്ലേവ്സും ഉണ്ട്. സ്കാറ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസ്റ്ററും ഡിഫറെൻറ്റ് സ്ലേവ്സും ഉണ്ട്. ഇനി ഈ മാസ്റ്ററിന്റെ കയ്യിൽ വരുന്ന ഒരു സ്ലേവിന് എന്ത് ചെയ്യാം എഗെയിൻ ഒരു മാസ്റ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വേറെ ഡിവൈസിലോട്ട് എന്ത് ചെയ്യാം കണക്ട് ചെയ്തെല്ലാം മൊബൈലാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഞാനൊരു ഡിവൈസിൽ നിന്ന് ബ്ലൂടൂത്ത് വെച്ചിട്ട് ഇൻഫർമേഷൻ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് എന്ത് ചെയ്യാം വേറെ ഡിഫറെൻറ്റ് ഡിവൈസിലോട്ട് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പൈക്കോനെറ്റിന്റെ കപ്പാസിറ്റിയാണ് പറഞ്ഞേക്കുന്നത് 720 kbps. പക്ഷെ ഇപ്പൊ സ്പീഡിൽ എന്ത് വന്നിട്ടുണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് ബേസിക് സ്റ്റാൻഡേർഡ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ബ്ലൂടൂത്ത് പറയുമ്പോഴത്തേക്കും അതെന്താണ് ഒരു പാൻ നെറ്റ്വർക്കിൽ വരുന്നതാണ്, അഡ്ഹോക്ക് നെറ്റ്വർക്കാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഡിഫറെൻറ്റ് ടോപ്പോളജി എന്ന് പറയുന്ന ഒന്ന് പൈക്കോനെറ്റും ഒന്ന് സ്കാറ്റർനെറ്റും ആണ്. ഇനി ബ്ലൂടൂത്തിന്റെ ഫ്രെയിം ഫോർമാറ്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 72-bit ആക്സസ് കോഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ട് ഡിവൈസ് തമ്മിലുള്ള സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക ആക്സസ് കോഡ് യൂസ് ചെയ്യുക. നമുക്കറിയാം പെയർ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചോദിക്കും ഈ ഡിവൈസായിട്ട് പെയർ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ടൊരു കൺഫർമേഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ദെൻ വരുന്നത് ഹെഡർ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഹെഡർ ഇൻഫർമേഷനിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അഡ്രസ് ഇൻഫർമേഷൻ. അഡ്രസ് ഇൻഫർമേഷൻ ഈസ് 3 bit. 3 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര കോമ്പിനേഷൻ പോസിബിൾ ആണ് 2⁻3. അതായത് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നമുക്കറിയാലേ 3 ബിറ്റ് വെച്ചിട്ട് 000 മുതൽ 111 വരെയുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻ പോസിബിൾ ആണ്. അതായത് ഈ 3 ബിറ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം 8 ഡിഫറെൻറ്റ് ഡിവൈസിനെ എന്ത് ചെയ്യാം അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മാസ്റ്ററിന് അറ്റ് എ ടൈം 7 സ്ലേവ്സിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും സെർവ് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് type. It is a 4-bit field which identifies the type of data coming from upper layers. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന ആരാണ് ഈ ഒരു ഡേറ്റ ടൈപ്പാണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആവാം, വോയിസ് ഇൻഫർമേഷൻ ആവാം, വീഡിയോ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ PPT ആവാം, ഇമേജ് ആവാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ആവാം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് ഡേറ്റ ഐഡന്റിഫൈ ചെയ്യുന്നത് ആരാണ് ഈ ഒരു 4-bit അഡ്രസ്സാണ്. ദെൻ നെക്സ്റ്റ് 3 ഫ്ലാഗ്സ് പറഞ്ഞിട്ടുണ്ട്, FA ആൻഡ് S. എഫ് എന്ന് പറയുന്നത് ഫ്ലോ കൺട്രോൾ ആണ്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന 1ലോട്ട് സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ആ ഡിവൈസിന് ആ ഒരു റിസീവറിനെ കണക്ട് ചെയ്യാനായിട്ട് മോർ ഫ്രെയിംസിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്.
ദെൻ എ എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് ആണ്. അതായത് നമ്മൾ പെയർ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു, വേറൊരു ഡിവൈസും ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. അപ്പോൾ ഞാനിവിടെ പെയറിംഗ് ഇൻഫർമേഷൻ ഓക്കെയാണ്, എനിക്ക് അതിൽ നിന്ന് റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അങ്ങോട്ടൊരു അക്നോളജ്മെന്റ് പോകും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിറ്റാണ് ഈ എ എന്ന് പറയുന്നത്. ദെൻ എസ് എന്ന് പറയുന്നത് ബിറ്റ് കണ്ടെയ്ൻസ് എ സീക്വൻസ് നമ്പർ ഓഫ് ദ ഫ്രെയിം ടു ഡിറ്റക്ട് ട്രാൻസ്മിഷൻ. അതായത് ശരിക്കും ബ്ലൂടൂത്ത് ഇൻഫർമേഷൻ പാസിംഗ് എന്ന് പറയുന്നത് പാക്കറ്റ് സർവീസ് ആണ്. ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഓഫ് ഡേറ്റ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷനെ പാസ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു സീക്വൻസ് ഓഫ് ഇൻഫർമേഷൻ, ഏത് സീക്വൻസിലാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഒരു സീക്വൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക, എസ് എന്ന് പറയുന്ന ബിറ്റ് വെച്ചിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചെക്സം. ചെക്സം എന്ന് പറയുന്ന 8 ബിറ്റ്. നമ്മൾ എപ്പോഴും ഡിജിറ്റൽ ട്രാൻസ്മിഷൻ്റെ കേസിൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ബിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ചെക്സം എന്ന് പറയുന്ന ബിറ്റ്. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 2744 ബിറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാണ്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൽ എന്ത് പറയുക, നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത്, അപ്പോൾ ഇത്രയാണ് ബ്ലൂടൂത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇനി എക്സ്ട്രാ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റ റേറ്റ് പറയാം. പിന്നെ നമുക്കിതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഫ്രെയിം സ്ട്രക്ചറേ പറഞ്ഞിട്ടുള്ളൂ. പ്രോട്ടോകോൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെയേഴ്സിലൂടെ ഏതൊക്കെ കൺട്രോളാണ് പോസിബിൾ ആവുക, ബേസ് ബാൻഡ് ലെയറിൽ എന്താണ് പോസിബിൾ ആവുക, ഫിസിക്കൽ ലെയറിൽ എന്താണ് പോസിബിൾ ആവുക, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ പ്രോട്ടോകോൾ പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ബ്ലൂടൂത്ത്. അത് നമുക്കറിയുന്നതാണ്. അഡ്ഹോക്ക് നെറ്റ്വർക്കിംഗ്, നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ റിമോട്ട് സിങ്ക്രണൈസേഷൻ. അപ്പോൾ നമുക്ക് അറിയാം ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ ടെതർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കേബിൾ റീപ്ലേസ്മെന്റ്, നമുക്ക് കേബിൾ കണക്ഷൻ വേണ്ട, അതിനെ റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ച് വച്ചേക്കാം. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ബ്ലൂടൂത്ത് നമ്മൾ ഓൾറെഡി കുറേ പറഞ്ഞു. വയർലെസ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾ ആണ്, ലോ ഇന്റർഫറൻസ് ഒന്നുമില്ല കാരണം ഒരു ഡിസ്റ്റൻസ് ഷോർട്ടാണ്, അപ്ഗ്രേഡബിൾ ആണ്. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, ഈ ബ്ലൂടൂത്തിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഏത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയും ചൂസ് ചെയ്യാം. അതായത് അതിനെന്തില്ല, നമ്മൾ നോർമലി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറയുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊബൈലിന് ഇത്രയും ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഇതിപ്പോൾ ഒരു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആയത് കാരണം എന്തില്ല, അങ്ങനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോക്കുന്നില്ല, ബ്ലൂടൂത്തിൽ നോക്കുന്നില്ല. കാരണം ഇന്റർഫറൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. അതേസമയം നമ്മുടെ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ വേൾഡ് വൈഡ് നടക്കുന്ന ട്രാൻസ്മിഷനാണ്. അപ്പോൾ വേറെ ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് എന്ത് വരും, ഇന്റർഫറൻസ് വരും. പക്ഷെ ബ്ലൂടൂത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല.